കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹം പതിറ്റാണ്ടുകൾ SNDP ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതിന് ഉള്ള അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായിയാണ്. പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെയും വെള്ളാപ്പള്ളി പിണറായി വിജയനെയും പരസ്പരം പുകഴ്ത്തുന്ന കാഴ്ചകളാണ് കണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞത് കുമാരനാശാനേക്കാൾ സമർത്ഥമായ നേതൃത്വമാണ് വെള്ളാപ്പള്ളി SNDPക്ക് നൽകിയതെന്നാണ്. എന്തായാലും നാരായണ ഗുരുവിനേക്കാൾ മഹാനാണ് വെള്ളാപ്പള്ളി എന്ന് മുഖ്യമന്ത്രി പറയാതെ പോയത് ഭാഗ്യം എന്ന് വേണം കരുതാൻ. ജാതി ചോദിക്കരുത് പറയരുത് എന്ന് ഗുരു പറഞ്ഞെങ്കിൽ ജാതി ചോദിക്കണം പറയണം എന്ന് തിരുത്തിയ മഹാനാണ് വെള്ളാപ്പള്ളി. ചെത്തരുത് കുടിക്കരുത് എന്ന് നാരായണ ഗുരു പറഞ്ഞെങ്കിൽ ചെത്തണം കുടിക്കണം എന്ന് മലയാളിയെ പഠിപ്പിച്ച നേതാവാണ് വെള്ളാപ്പള്ളി. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി SNDPക്ക് പുതിയ മുഖം നൽകിയെന്നും സമർത്ഥമായ നേതൃത്വം നൽകിയെന്നും വെള്ളാപ്പള്ളിക്കുള്ള കഴിവുകൾ അസാമാന്യമാണെന്നും മഹാകവി കുമാരനാശാനേക്കാൾ, കാരണം SNDPയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും നിയമസഭാ അംഗവുമായിരുന്ന കുമാരനാശാനേക്കാൾ മഹാനാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം അധപ്പതിച്ചു എന്ന് വേണം കരുതാൻ. VS പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരിക്കുന്ന കാലത്ത് വെള്ളാപ്പള്ളിയുമായി പരസ്യമായി ഏറ്റുമുട്ടുകയും വെള്ളാപ്പള്ളിക്കെതിരെ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം കേസുകൾ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ എടുക്കുകയും ഒക്കെ ചെയ്ത VS അച്യുതാനന്ദൻ. VS എന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ VS ജീവിച്ചിരിക്കുമ്പോൾ തന്നെ VS എടുത്ത ആ നിലപാടുകൾ പാടെ തള്ളിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി മഹാനാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. ഇപ്പോൾ അടുത്തിടെ വിവാദമായ മലപ്പുറം പ്രസംഗം, കാരണം മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും ഒരു പ്രത്യേക ജാതിയുടെ കയ്യിലാണെന്നും അവിടെ ഹിന്ദുക്കൾ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നതെന്നും എല്ലാം വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗം അതുയർത്തിയ വിവാദങ്ങൾ. മലപ്പുറം ജില്ല യഥാർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു കേന്ദ്രമാണ്. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും എല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയെ, അവിടുത്തെ ജനതയെ ഇത്തരത്തിൽ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിനെതിരെ, പ്രസംഗത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നതാണ് വെള്ളാപ്പള്ളിയെയും CPMനെയും ചൊടിപ്പിച്ചത്. അപ്പോൾ അതേക്കുറിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സമചിത്തതയോടെ വേണം വെള്ളാപ്പള്ളി പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചില പാർട്ടികൾ, അത് മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അത് ദുർവ്യാഖ്യാനം ചെയ്യും, അത് രാഷ്ട്രീയമായി മുതലെടുക്കും. അതുകൊണ്ട് സമചിത്തതയോടെ ആലോചിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ എന്ന ഉപദേശമാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിക്ക് നൽകിയത്. വെള്ളാപ്പള്ളിയാകട്ടെ മൂന്നാം ഊഴത്തിലും പിണറായി തന്നെ മുഖ്യമന്ത്രിയാകും, അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് എന്ന് പ്രവചിക്കുകയും ചെയ്തു. എന്തായാലും വെള്ളാപ്പള്ളിയുടെ പ്രവചനം, ആ പ്രവചനത്തിൽ കോൾമയിർ കൊണ്ട് വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരായ സജി ചെറിയാനും രാജീവും അടക്കമുള്ള നേതാക്കൾ, എന്തായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെപ്പോലെ ഒരാൾ NDAയുടെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ കൂടി സ്റ്റേജിലിരുത്തിക്കൊണ്ട് CPM നേതാവിന് മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ പിന്തുണയെക്കുറിച്ച് BJPക്കും തുഷാർ നേതൃത്വം നൽകുന്ന NDAക്കും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.